ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പലാസോ പാൻറ് കട്ട് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. അതായത് സ്കേർട്ട് മോഡൽ അംബ്രല കട്ടിങ്ങിലുള്ള ഒരു പലാസോ പാൻറ്റാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു അംബ്രല കട്ടിങ്ങിലുള്ള സ്കേർട്ട് മോഡൽ പലാസോ പാൻറ്റാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ലൈനിങ് ആണ്. അപ്പോൾ അത് ഇതുപോലെ 2 ഫോൾഡറായി മടക്കിയതിന് ശേഷം ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലെ പിടിച്ച് ഈ ഒരു മൂലയിലേക്ക് ഇതുപോലെ മടക്കുക. കണ്ടല്ലോ, ക്രോസ് ആക്കിയിട്ട് മടക്കുക. നമുക്ക് എത്രയാണ് ലെങ്ത്ത് അതിലേക്ക് ഒരു 15 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം 2 ഫോൾഡറായി മടക്കാൻ. എന്നിട്ട് ഇതുപോലെ 4 ഫോൾഡറായി വെച്ചതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ച് വേണം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. അപ്പോൾ ലെങ്ത്തിൽ നിന്ന് 2 ഇഞ്ച് കുറക്കുന്നത് അരയിൽ വന്ന ബാൻഡിൻ്റെ ലെങ്ത്താണ് 2 ഇഞ്ച്. ഒരു 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ലെങ്ത്ത് 30 അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്ത് 28 കറക്റ്റ് അളവ് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലുള്ള മൂലയിൽ നിന്നും 11 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ 11 ഇഞ്ച് അടയാളപ്പെടുത്തി അരവണ്ണം ഇതുപോലെ വരച്ചെടുക്കുക. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ അരവണ്ണത്തിൻ്റെ അളവാണ് ഇപ്പോൾ 11 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. അതിൽ നിന്നും ആ 11 ഇഞ്ച് അടയാളപ്പെടുത്തിയ അരവണ്ണത്തിൻ്റെ ലൈനിൽ നിന്നും താഴേക്ക് ക്രോച്ച് ഏരിയ അടയാളപ്പെടുത്തുക. ക്രോച്ച് ഏരിയ 11 അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ വിടുത്ത് 2 അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ പെട്ടിക്കോളമായി വരച്ച് കർവ് വരയ്ക്കുക. ഇത് നമ്മുടെ ക്രോച്ച് ഏരിയയാണ്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ അരവണ്ണവും ക്രോച്ച് ഏരിയയും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി അരവണ്ണം അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ലെങ്ത്ത് നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. 30 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്താൽ 28 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗത്തും വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അരവണ്ണത്തിൻ്റെ ആ ലൈനിൽ നിന്നും താഴേക്ക് 28 ഇതുപോലെ എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വരച്ച അരവണ്ണവും ക്രോച്ച് ഏരിയയും താഴെയുള്ള എഡ്ജ് നമ്മൾ കറക്റ്റാക്കി വരച്ചു. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വരച്ച എല്ലാ ഭാഗവും ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി മെയിൻ ക്ലോത്ത് ഇതുപോലെ മടക്കി ഈ ലൈനിങ് വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ലെങ്ത്ത് 1 ഇഞ്ച് ഏറെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി മെയിൻ ക്ലോത്ത് എടുത്ത് ഇതുപോലെ തന്നെ 2 ഫോൾഡറായി ആദ്യം മടക്കുക. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് 15 ഇഞ്ച് ഏറെ എടുത്തിട്ട് വേണം 2 ഫോൾഡറാക്കാൻ. എന്നിട്ട് ക്രോസിൽ മടക്കുക. അപ്പോൾ 4 ഫോൾഡറാണ് നമുക്ക് ഈ ഒരു ക്ലോത്ത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ലൈനിങ് എങ്ങനെ മടക്കിയതുപോലെ തന്നെ കണ്ടല്ലോ, ഇതുപോലെ മടക്കുക. എന്നിട്ട് കറക്റ്റായി മടക്കിയതിന് ശേഷം ലൈനിങ് കട്ട് ചെയ്തതിൻ്റെ മുകളിൽ വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ലെങ്ത്ത് 1 ഇഞ്ച് ഏറെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഗൈസ്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഒക്കെ വിടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി ഇതുപോലെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മെയിൻ ക്ലോത്ത് 4 ഫോൾഡറാക്കി ഇതുപോലെ ക്രോസിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് ലെങ്ത്ത് 1 ഇഞ്ച് ഏറെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. ലൈനിങ് നമ്മൾ 28 എടുത്തത്. അപ്പം മെയിൻ ക്ലോത്തിൽ നമ്മൾ 29 അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. ബാക്കി എല്ലാ ഭാഗവും കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. അപ്പം സ്കേർട്ട് മോഡൽ പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് പോയി കാണുക.
ആ ഒരു പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഈ ഒരു ലെവലിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, വളരെ സിമ്പിളായി എല്ലാവർക്കും ചെയ്യാം. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.